ആമുഖവാക്കുകളിൽ പ്രിയപ്പെട്ട ജെറിനച്ചൻ സൂചിപ്പിച്ചതുപോലെ ദുഃഖം വളരെ തളം കെട്ടി നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഈ പരിശുദ്ധമായ സ്ഥലത്ത് നാമും സമ്മേളിച്ചിട്ടുള്ളത്. നനചരിയാത്ത സമയത്ത് നമ്മളാരും ചിന്തിക്കാത്ത വിധത്തിൽ എന്തെല്ലാം സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തമിഴ്നാട്ടിൽ ഉണ്ടായ അപ്രതീക്ഷിതമായ അപകടത്തെ കുറിച്ച് നാം കേട്ടപ്പോൾ നമുക്കുണ്ടായതിലും കൂടുതൽ തീവ്രമായ ദുഃഖം നമ്മുടെ നാട്ടിൽ അത് സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്നത് സ്വാഭാവികം മാത്രമാണ്. അതിനുമപ്പുറം നമ്മുടെ അതിരൊക്കെ ഭേദിച്ച് ലോകരാഷ്ട്രങ്ങൾ അനുഭവിക്കുന്ന വേദന എത്രയോ വലുതാണ്. ഹോർമൂസ് കടലിടുക്ക് തുറക്കുമോ അടയ്ക്കുമോ, ഇറാൻ്റെ മേൽ US മാരക പ്രഹരശേഷിയുള്ള മിസൈൽസ് വർഷിക്കുമോ, ഇറാൻ തിരികെ നാശനഷ്ടങ്ങൾ പശ്ചിമേഷ്യയിൽ അഴിച്ചുവിടുമോ, ഇതെല്ലാം എന്തുമാത്രം ആകുലതയാണ് ലോകത്തിനു മേൽ വരുത്തിയിരിക്കുന്നത് എന്ന് നാം ഓർക്കുമ്പോൾ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധ ഭാവാതിരുമേനിയുടെ അർത്ഥവത്തായ കൽപ്പനയ്ക്ക് എത്ര വലിയ പ്രസക്തിയാണ് ഇന്നുള്ളത്. മനുഷ്യൻ്റെ ഹൃദയശുദ്ധി, നൈർമല്യം, സമസൃഷ്ടങ്ങളെക്കുറിച്ചുള്ള കരുതൽ, അതെല്ലാം ഒരു വിധത്തിൽ അറ്റുപോകുമ്പോൾ അസമാധാനത്തിൻ്റെ കാർമേഘങ്ങൾ ലോകത്തെമ്പാടും ഉരുണ്ടുകൂടുകയാണ്. ഹൃദയശുദ്ധിയുള്ളവൻ ഭാഗ്യവാൻ, അവൻ ദൈവത്തെ കാണും എന്ന് വിശുദ്ധ വചനം നമ്മോട് പറയുമ്പോൾ അതിൻ്റെ വേറൊരു വേർഷൻ ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല എന്നുള്ളതാണ്. ഈ രണ്ട് വേദഭാഗങ്ങളിലും ഒരുപോലെ പരാമർശിക്കുന്ന ഒന്നാണ് ഹൃദയത്തിൻ്റെ വിശുദ്ധി എന്ന് പറയുന്നത്. അത് ലോകരാഷ്ട്രങ്ങളുടെ നേതാക്കന്മാർക്കും ഇങ്ങേ തലത്തിൽ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലും നമ്മിലും ഒക്കെ ആഴമായി അമിതമായി വ്യാപരിക്കുവാനുള്ള ആത്മാർത്ഥമായൊരു പ്രാർത്ഥന നമുക്കേവർക്കും ഈ പുണ്യസ്ഥലത്ത് ഉണ്ടാകേണ്ടതാണ്. നമുക്കൊക്കെ പ്രിയപ്പെട്ടവരും നമ്മുടെ അയൽവാസികളും ഒരുപക്ഷെ നമ്മുടെ ബന്ധുമിത്രാദികളുമായി എത്രയോ ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വസിക്കുന്നു. അവരെന്തുമാത്രം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു. ഭീമമായ തുകയും മറ്റും ലോണെടുത്ത് ഉപരിപഠനത്തിനായി UK യിലും അമേരിക്കയിലും ഒക്കെ പോയിട്ടുള്ള കുഞ്ഞുങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധികൾ ഒരു ഭാഗത്ത്, ഇതിനെല്ലാം എങ്ങനെ മറികടക്കണം എന്ന് നാം ചിന്തിച്ച് ആകുലപ്പെടുമ്പോൾ നമുക്ക് സാന്ത്വനം നൽകുന്ന ഒരു വാക്യമാണ് ഇന്നത്തെ ചിന്തയ്ക്ക് കുറിവാക്യമായി വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ശുദ്ധമുള്ള യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 27-ാം വാക്യം നാം ഇങ്ങനെ കാണുന്നു: സമാധാനം
ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അത് ലോകം തരുന്നത് പോലെ അല്ല. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. നമ്മുടെ രക്ഷകനും നാഥനുമായ ക്രിസ്തുവിൻ്റെ തിരുവചനങ്ങൾ ഒരിക്കലും പാഴ്വചനങ്ങളല്ല എന്നുള്ളത് നമുക്കറിയാം. അതെല്ലാ അതിർവരമ്പുകളെയും ഭേദിക്കുന്നതാണ്, എല്ലാ പ്രതിസന്ധികളെയും മറികടക്കുന്നതാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം ഒരുപാട് പ്രത്യാശ നമുക്ക് നൽകുന്ന ഒരു അധ്യായമാണ്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. ലെറ്റ് യുവർ ഹാർട്ട് നോട്ട് ബി ട്രബിൾഡ്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ എന്ന ഏറ്റവും ഹൃദയപൂർവം ചിന്തിക്കാൻ സാധിക്കുന്ന വചനവുമായി ആ അധ്യായം തുടങ്ങുമ്പോൾ ഇവിടെ കൃത്യമായി കർത്താവ് പറഞ്ഞു വയ്ക്കുകയാണ്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കരുത്. ഈ സമാധാനം ലോകം തരുന്നത് പോലെയുള്ള സമാധാനമല്ല. ഇവിടെ രണ്ട് പരാമർശങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എൻ്റെ സമാധാനം. കർത്താവ് നമുക്ക് നൽകിയത് തൻ്റെ സമാധാനമാണ്. 33.5 വർഷക്കാലം ഈ ഭൂമിയിൽ മനുഷ്യനായി ജീവിച്ച് പാപമൊഴികെ നമുക്കുള്ള സകല ബലഹീനതകളിലൂടെയും കടന്നുപോയ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ ക്രിസ്തു നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാള് കടക്കുമെന്ന് വൃദ്ധനായ ശിമയോൻ പരിശുദ്ധ കന്യമറിയാമിനോട് പറയുമ്പോൾ അതിൻ്റെ ആഴവും അർത്ഥവും എത്ര വലുതാണ്. തനിക്ക് ജനിക്കുവാൻ കല്ലടാവല്ലാതെ മറ്റൊരു സ്ഥലം ലഭിക്കാതെ, തന്നെ കിടത്തുവാൻ പുൽക്കൂടല്ലാതെ മറ്റൊരു സ്ഥലം ലഭിക്കാതെ, തൻ്റെ ജീവൻ്റെ ഭീഷണിയെ മറികടക്കുവാൻ ദുർഘടമായ പാതയിലൂടെ ഒരുപാട് സഞ്ചരിക്കേണ്ട ദുഃഖകരമായ അവസ്ഥയിലൂടെ കടന്നുപോയി. കാലിത്തൊഴുത്തിലും കാൽവറിയിലും ഒരുപോലെ തൻ്റെ മകൻ അനുഭവിക്കുന്ന വേദനകൾക്ക് സാക്ഷിയായി തീരേണ്ട ഒരു മാതൃജന്മം. മഹാതസ്കരന്മാരായ രണ്ടുപേരുടെ മധ്യത്തിൽ അപമാനവും ദുഃഖവും പീഡയുമെല്ലാം ഏറ്റുകൊണ്ട് കാൽവറിയിൽ യാഗമായി തീരുന്ന ദൈവത്തിൻ്റെ പുത്രൻ എന്തുമാത്രം വേദനകളിലൂടെ താൻ കടന്നുപോയി. അവിടെയും കുരിശിൽ തൻ്റെ പ്രാണൻ അർപ്പിക്കുമ്പോൾ യേശു ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, എല്ലാം നിവൃത്തിയായി. എവരിത്തിങ് അക്കംപ്ലിഷ്ഡ്. ഇതൊരു അസാധാരണമായ സമാധാനത്തിൻ്റെ അനുഭവമാണ്. ഒരു ഗുരു ഒരിക്കൽ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ സമാധാനത്തിൻ്റെ ചിത്രം വരച്ചു കൊണ്ടുവരണം. ഏറ്റവും നല്ല ചിത്രീകരണം നടത്തുന്ന ആളിന് സമ്മാനം തരാം. അപ്പോൾ ശിഷ്യന്മാർ പല വഴിക്കും പാഞ്ഞു. സുഖശീതളമായി ഒഴുകുന്ന അരുവിയുടെ ചിത്രവും വളരെ സ്വാതന്ത്ര്യത്തോടെ പക്ഷിമൃഗാദികളും വൃക്ഷലതാദികളും സന്തോഷിക്കുന്ന വനത്തിൻ്റെ ചിത്രവും, യാതൊന്നും ആലോചിക്കാതെ സന്തോഷിച്ച് തിമിർത്ത് കളിക്കുന്ന കുട്ടികളുടെ ചിത്രവും, വിവാഹം കഴിഞ്ഞ് ഒരുപാട് പ്രതീക്ഷയുമായി സന്തോഷത്തോടെ ആലയം വിട്ടു പോകുന്ന നവവധൂവരന്മാരുടെ ചിത്രവുമെല്ലാം ഓരോരുത്തർ വരച്ചു കൊണ്ടുവന്നു.
ഗുരു അതെല്ലാം പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇതിനൊന്നും ഞാൻ മാർക്ക് തരില്ല. സമാധാനത്തിൻ്റെ ചിത്രം ഞാൻ നിങ്ങളെ കൊണ്ട് വരപ്പിക്കാം. ബ്രഷ് എടുക്കൂ, ക്യാൻവാസ് തയ്യാറാക്കൂ, അതിഭയങ്കരമായ ഇടിയും മിന്നലും പേമാരിയും വരയ്ക്കണം. കുത്തിയൊഴുകുന്ന നദിയിൽ കടപുഴകി വീഴുന്ന മരം വരയ്ക്കണം. ആ മരത്തിൻ്റെ ഒരു ചില്ല മുകളിൽ കാണണം. ആ ചില്ലയിൽ സമാധാനമായി ഇരുന്ന് പാട്ടുപാടുന്ന ഒരു കിളിയുടെ പടം വരയ്ക്കണം. അത്രയും വരച്ചു കഴിഞ്ഞപ്പോൾ ഗുരു പറഞ്ഞു, ഇതാണ് സമാധാനത്തിൻ്റെ ചിത്രം. ശ്മശാനത്തിലെ സമാധാനമല്ല സമാധാനം. ഒരു പ്രതിസന്ധിയുമില്ലാത്ത ജീവിതത്തിൽ നാം കാണുന്ന സന്തോഷമല്ല സമാധാനം. പ്രതിസന്ധികൾക്കും പ്രയാസങ്ങൾക്കുമെല്ലാം നടുവിൽ ദൈവത്തിലുള്ള ബന്ധം മുറുകെ പിടിച്ചുകൊണ്ട് നാം സ്വന്തമാക്കുന്ന ഒരു സമാധാനമുണ്ടെങ്കിൽ അതാണ് എൻ്റെ സമാധാനം എന്ന് ക്രിസ്തു പറഞ്ഞ സമാധാനം. ഒരിറ്റു കണ്ണുനീരുപ്പ് പുരട്ടാതെ എന്തിന് ജീവിത പലഹാരം എന്ന് കവി പാടിയ പാട്ട് ഒരുപക്ഷെ നിങ്ങളിൽ ചിലരെങ്കിലും കേട്ട് കാണും. ഒരിറ്റു കണ്ണീരുപ്പ് പുരട്ടാതെ എന്തിനു ജീവിത പലഹാരം. ജീവിതത്തിൻ്റെ പലഹാരത്തിൽ കണ്ണുനീരിൻ്റെ ഉപ്പ് പുരണ്ടിട്ടില്ലെങ്കിൽ എന്ത് രുചിയാണ് ആ പലഹാരത്തിനുള്ളത്. നാം കടന്നു പോകുന്ന നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും ഭാരങ്ങളും ഇല്ലെങ്കിൽ എന്ത് രസമാണ് ആ ജീവിതത്തിനുള്ളത്. ക്രിസ്തു കുറിക്കുകൊള്ളുന്ന വാചകമാണ് പറഞ്ഞത്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അതിനോട് ചേർത്ത് പറഞ്ഞു, അത് ലോകം തരുന്ന സമാധാനമല്ല. വളരെ വ്യക്തമാണ്. ക്രിസ്തു തൻ്റെ സമാധാനം ശിഷ്യന്മാർക്കും ലോകത്തിനും കൊടുത്തപ്പോൾ ലോകം തരുന്ന ഒരു സമാധാനമുണ്ടെന്ന് താൻ പറഞ്ഞു. എന്താണ് ലോകം തരുന്ന സമാധാനം? നമുക്കറിയാം, സമാധാനത്തെക്കുറിച്ച് നമ്മൾ ബൗദ്ധികമായി ചിന്തിക്കുമ്പോൾ എനിക്ക് നിലവിലുള്ളതിനോടുകൂടെ എന്ത് കൂട്ടിച്ചേർത്താൽ സമാധാനമാകുമെന്ന നമ്മുടെ ചിന്ത. എനിക്കൊരു ജോലിയില്ല, ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ സമാധാനമായി പോയേനെ എന്ന് നാം ചിന്തിക്കുമല്ലോ. എനിക്ക് യാത്ര ചെയ്യാൻ സ്വന്തമായി ഒരു വാഹനമില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സൈക്കിളോ സ്കൂട്ടറോ മാത്രമേ ഉള്ളൂ, ഒരു കാറ് വാങ്ങിച്ചിരുന്നെങ്കിൽ സമാധാനമായി പോയേനെ. എൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു നല്ല കല്യാണം കിട്ടിയിരുന്നെങ്കിൽ സമാധാനമായി പോയേനെ. എൻ്റെ നിലവിലുള്ള വീട് പൊളിച്ച് കുറെ കൂടെ മെച്ചമായി ഒരു വീട് പണിതിരുന്നെങ്കിൽ സമാധാനമായി പോയേനെ. ഡെപ്പോസിറ്റിൽ എമൗണ്ട് വർദ്ധിപ്പിച്ചിരുന്നെങ്കിൽ സമാധാനമായി പോയേനെ. അങ്ങനെ ലോകപരമായി നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് നിലവിലുള്ളതിനോടുകൂടെ എന്തു ചേർത്താൽ സമാധാനം കിട്ടുമെന്നാണ് നമ്മൾ ചിന്തിച്ചു പോകുക. അതാണ് ലോകം തരുന്ന സമാധാനം. ഈ അടുത്തിടയിൽ നമ്മൾ പത്രത്തിലൊക്കെ വായിച്ച വാർത്തകൾ നമ്മെ എന്തുമാത്രമാണ് വേദനിപ്പിച്ചിട്ടുള്ളത്. ഉന്നത വിദ്യാഭ്യാസം നേടിയവരെ, വൈദ്യശാസ്ത്ര രംഗത്ത് മെഡിക്കൽ സൂപ്രണ്ട് വരെ ആയിരുന്നവരൊക്കെയും ഒരു നേരിയ ദുഃഖഭാരത്താൽ സൂയിസൈഡ് ചെയ്യുന്ന, ജീവിതം അവസാനിപ്പിക്കുവാൻ തീരുമാനമെടുക്കുന്ന ദുഃഖകരമായ സാഹചര്യം. പിടിച്ചു നിൽക്കാൻ ഒക്കുന്നില്ല. ആഗ്രഹിച്ചതെല്ലാം കിട്ടി, ഒരുപാട് നേടി, ആഗ്രഹിച്ചതിലും അധികം കിട്ടി, പക്ഷേ സമാധാനം മാത്രം കിട്ടിയില്ല. ഇത് പുനരുത്ഥാനത്തിൻ്റെ നാളുകളാണല്ലോ, ഉത്ഥാനത്തിൻ്റെ നാളുകളാണ്. ആണ്ടടക്കമുള്ള നമ്മുടെ ആരാധനാ സംവിധാനത്തെ 6 ഘട്ടങ്ങളായി തിരിച്ചിരിക്കുന്നതിൽ ഇത് ഉയർപ്പിൻ്റെ ദിവസങ്ങളാണ്.
ഉയർപ്പിൻ്റെ ദിവസങ്ങൾ കഴിഞ്ഞാൽ പിന്നീട് തുടർച്ചയായി 5 ഘട്ടങ്ങൾ കൂടെ വരികയാണ്. കൂദോശീത്തോ മുതൽ ആരംഭിക്കുന്ന ഒരു ഘട്ടമുണ്ട്, പെന്തിക്കോസ്തിയുടെ ഘട്ടമുണ്ട്, ദനഹായുടെ കാലമുണ്ട്, വീണ്ടും അറിയിപ്പിൻ്റെ കാലമുണ്ട്, വലിയ നോമ്പിൻ്റെ കാലം വീണ്ടും വരുന്നു. അങ്ങനെ ഓരോ കാലങ്ങളായി ആരാധനാ വർഷങ്ങളെ തിരിച്ചിരിക്കുകയാണ്. ഉയർപ്പ് പെരുന്നാൾ കഴിഞ്ഞ് തൊട്ടടുത്ത ഞായറാഴ്ച പുതു ഞായറാഴ്ച, അത് കഴിഞ്ഞ് പുതു ഞായറാഴ്ചയ്ക്ക് ശേഷമുള്ള 1-ാം ഞായർ, പിന്നെ 2-ാം ഞായർ, അങ്ങനെ 3-ാം ഞായറിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഞായറാഴ്ചത്തെയും വേദഭാഗങ്ങൾ ശ്രദ്ധിച്ചോ? കർത്താവ് പുനരുദ്ധാനം ചെയ്തതിന് ശേഷം തൻ്റെ ശിഷ്യന്മാർക്കും ലോകത്തിനും പ്രത്യക്ഷപ്പെടുമ്പോൾ ആദ്യം അവരോട് പറയുന്ന വാക്യം നിങ്ങൾക്ക് സമാധാനമെന്നാണ്. അത് പറയാൻ കാരണമൊന്നുമില്ലെന്ന് നിങ്ങൾ ചിന്തിക്കണ്ട. പുതുഞായറാഴ്ചയിൽ നമ്മൾ വായിക്കുന്ന വേദഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായമാണെങ്കിൽ പുതുഞായറാഴ്ചയ്ക്ക് ശേഷം 1-ാം ഞായറിൽ നാം വായിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായവും, അതിനുശേഷമുള്ള ഞായറാഴ്ച നാം വായിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായവുമാണ്. ഈ 3 വേദഭാഗങ്ങളിലും 3 വലിയ മർമ്മങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ കൃത്യമായി പറയുന്നു, യഹൂദന്മാരെ കുറിച്ചുള്ള ഭയം നിമിത്തം ശിഷ്യന്മാർ വാതിലുകൾ ബന്ധിച്ച് മുറിക്കകത്ത് ഇരിക്കുകയാണ്, തോമാസ് ലീഹ ഒഴികെ. അടച്ചിട്ടിരുന്ന മുറി വാതിൽ തുറക്കാതെ യേശുതമ്പുരാൻ അവരുടെ നടുവിൽ വന്ന് നിന്നിട്ടാണ് നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്നത്. എന്നാൽ തോമാസ് ലീഹായ്ക്ക് സമാധാനം കിട്ടിയില്ല. തോമാസ് ലീഹായ്ക്ക് ആകെ അസമാധാനമാണ്. കാരണം ശിഷ്യന്മാർ എന്ന് പറഞ്ഞു, ഞങ്ങളെ കർത്താവിനെ കണ്ടു. എന്നിട്ടും തോമാസ് ലീഹായുടെ അസമാധാനം തുടരുകയാണ്. അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊരു കാര്യവുമില്ല, എനിക്ക് അവനെ കാണണം, അവൻ്റെ ആണിപ്പഴുതുകളിൽ എൻ്റെ കൈ വച്ച് നോക്കണം, അവൻ്റെ വിലാപ്പുറത്ത് എനിക്ക് തൊടണം, അല്ലാത്തിടത്തോളം എനിക്ക് സമാധാനമില്ല. 8 ദിവസം കഴിഞ്ഞ് കർത്താവ് വീണ്ടും വന്നു, അതേ സാഹചര്യം. അവിടെയും കർത്താവ് ആദ്യം പറയുന്നത് നിങ്ങൾക്ക് സമാധാനമെന്നാണ്. അസമാധാനം ഉണ്ടാകാനുള്ള ചില സാഹചര്യങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അതിൽ ഒന്നാമത്തേതാണ് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ നാം കാണുന്നത്. കാരണം കൊണ്ടും അകാരണമായും നമ്മെ വേട്ടയാടുന്ന ഭയപ്പാട്. ശിഷ്യന്മാർ ഭയപ്പെടുന്നതിന് കാരണമുണ്ടായിരുന്നു. നമുക്കും ഭയങ്ങൾക്ക് കാരണമുണ്ട്. ചിലപ്പോൾ കാരണമൊന്നും കൂടാതെയും നമ്മൾ ഭയപ്പെട്ടെന്നിരിക്കും. ഒരു ഫോൺ കോൾ വന്നു ഹിന്ദിയിൽ, തു കോൻ ഹേ എന്ന് ചോദിച്ചാൽ മതി, നമുക്ക് തീർന്നു. നമ്മൾ വിചാരിക്കും നമ്മളെ വെർച്വൽ അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. യു ആർ അണ്ടർ അറസ്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ അതോടെ നമ്മുടെ ജീവൻ പോയി. നമ്മൾ പത്രത്തിലൊക്കെ വായിക്കുന്നുണ്ട്, വെർച്വൽ അറസ്റ്റ് ഇല്ല, നിങ്ങളുടെ പണം തട്ടിക്കൊണ്ട് പോകാനുള്ള വേലയാണ്. ഇതൊക്കെ നമുക്കറിയാം. അങ്ങനെ തട്ടിപ്പിന് ഇരയായവർ അവരുടെ സാക്ഷ്യവും നൽകുന്നുണ്ട്, അതെല്ലാം നമുക്കറിയാം. എന്നാലും ഒരു ഫോൺ കോൾ വന്നാൽ നമ്മൾ ഭയന്ന് കഴിഞ്ഞു. ഒരാൾ നമ്മളോട് പതിവിന് വിപരീതമായിട്ട് മുഖം വീർപ്പിച്ചു നിന്നാൽ നമ്മൾ ഭയന്ന് കഴിഞ്ഞു. എന്തായിരിക്കാം അവൻ്റെ ഉദ്ദേശം? അവൻ എന്തിനാണ് എന്നെ ദേഷ്യഭാവത്തിൽ നോക്കുന്നത്? അവൻ എന്നോടുള്ള വൈരാഗ്യം എന്താണ്? എന്നെ തട്ടിക്കളയുമോ? ഭയമാണ്. പക്ഷെ കർത്താവ് പറയുകയാണ് നിങ്ങൾക്ക് സമാധാനം. 2-ാം പ്രാവശ്യം വന്നപ്പോൾ തോമാസ് ലീഹായെ ഇങ്ങ് വിളിച്ചു, നിന്റെ വിരലിങ്ങ് കൊണ്ടുവാ, എൻ്റെ കൈ നീ നോക്ക്, എൻ്റെ വിലാപ്പുറത്ത് കൈ വച്ച് നോക്ക്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്താ കർത്താവ് അങ്ങനെ പറയാൻ കാരണം?
ഈ കയ്യും വിരലുമായുള്ള ബന്ധം നമുക്കറിയാമല്ലോ. കയ്യ് പൂർണ്ണതയുടെ പ്രതീകമാണ്, പക്ഷെ വിരല് അപൂർണതയുടെ പ്രതീകമാണ്. അപ്പോൾ കർത്താവ് പറയാതെ പറഞ്ഞു വയ്ക്കുകയാണ്, നിന്നെ വേട്ടയാടുന്ന ഭയത്തിൻ്റെ കാരണം ഞാൻ പറയാം, നിന്നിലുള്ള അപൂർണതയാണ്. നിന്റെ അപൂർണതയെ എൻ്റെ പൂർണ്ണതയിലേക്ക് നീ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിന്റെ ഭയപ്പാട് മാറും. അതുകൊണ്ടാണ് ഞാനാകുന്ന സമാധാനം നിനക്ക് മുൻപിൽ നിൽക്കുന്നത്. ശിഷ്യന്മാർക്കത് ആവശ്യമായിരുന്നു. കാരണം ഞങ്ങളുടെ കണ്ണ് കണ്ടതും ഞങ്ങളുടെ കരം സ്പർശിച്ചതും ഞങ്ങളുടെ ചെവി കേട്ടതുമായ സത്യസുവിശേഷമെന്ന് ലോകമെമ്പാടും തമ്പുരാൻ്റെ സുവിശേഷത്തെ പ്രഘോഷിക്കണമെങ്കിൽ അവർക്ക് കേട്ടുകേഴ്വി മതിയായിരുന്നില്ല. അതെല്ലാ ശിഷ്യന്മാർക്കും അതുപോലെ തന്നെയായിരുന്നു. സ്ത്രീകളാണല്ലോ കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ആദ്യ സാക്ഷികൾ. അവർ ചെന്ന് പത്രോസ് ഉൾപ്പെടെയുള്ള ശിഷ്യ സമൂഹത്തെ ഈ വിവരം അറിയിച്ചപ്പോൾ ഇത് വെറും ഒരു പഴങ്കഥയാണ് എന്ന് പറയുവാൻ തക്കവണ്ണം അവരും അത്ര കണ്ട് ഭയപ്പാടിൽ നിന്ന് മുക്തരായിരുന്നില്ല, അത്ര കണ്ട് പൂർണ്ണമായിരുന്നില്ല അവരുടെ നിർമ്മലത എന്ന് പറയുന്നത്. എന്നാൽ തുടർന്ന് വരുന്ന അധ്യായം യോഹന്നാന്റെ സുവിശേഷം 21 നാം കാണുന്നത് പരാജയപ്പെട്ട ഒരു സമൂഹത്തെയാണ്. ശിഷ്യന്മാരെ എല്ലാം പല കാര്യങ്ങൾക്കും കോർഡിനേറ്റ് ചെയ്യുന്ന ആളെന്ന നിലയിൽ പത്രോസ് ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോകുകയാണ്. നമ്മുടെ ഗുരുവും നാഥനുമായവൻ കുരിശിക്കപ്പെട്ടു, നമുക്ക് നാഥനില്ലാതായി, അതുകൊണ്ട് ഞാൻ മീൻ പിടിക്കാൻ പോകുകയാണ്. അപ്പോൾ അത് കേട്ട ശിഷ്യന്മാരും പറഞ്ഞു, ഞങ്ങളും നിൻ്റെ കൂടെ പോരാ. എന്താ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? കടലിൻ്റെ മുക്കും മൂലയും അറിയാമായിരുന്ന സമർത്ഥരായ ഈ മീൻപിടുത്തക്കാർക്ക് ആ രാത്രിയിൽ കനത്ത പരാജയമുണ്ടായി. എപ്പോഴും ജയിച്ചിരുന്ന ശിഷ്യന്മാർക്ക് പരാജയമുണ്ടായി. ഒന്നും അവർക്ക് ലഭിച്ചില്ലെന്നാണ് പറയുന്നത്. അവരും ഭയന്ന് കാണും കേട്ടോ. അവിടെ പ്രത്യേകിച്ച് അങ്ങനെ അവർ ഭയന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടില്ലെന്നുള്ളതേ ഉള്ളൂ. നമുക്ക് കൃത്യമായി കിട്ടിക്കൊണ്ടിരിക്കുന്നിടത്ത് ഒന്നും കിട്ടാതിരിക്കുമ്പോൾ നമുക്കും ഭയം വരത്തില്ലേ? എല്ലാം ഭംഗിയായി പഠിച്ചുകൊണ്ട് പോയി പരീക്ഷയ്ക്ക് ചിലതൊക്കെ ചിലപ്പോൾ മറന്നു പോകും. പക്ഷേ ഒന്നും ഓർക്കുന്നില്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിന് എന്തോ സംഭവിച്ചു എന്ന് നമ്മൾ ഭയന്ന് കളയും. ആരെങ്കിലും 10-15 പേര് നമുക്ക് ശത്രുക്കളായിട്ട് നിൽക്കും, ബാക്കി എല്ലാവരും നമുക്ക് ശത്രുക്കളായാൽ നമുക്കും ഒരു വലിയ ഭയം വരും. ആ ഭയമാണ് തിബേറിയോസ് കടലിൽ അധ്വാനിച്ച ശിഷ്യന്മാർക്കുണ്ടായത്. പക്ഷെ നേരം പരപരാന്ന് വെളുത്തപ്പോൾ യേശു കടൽ തീരത്ത് വന്നു നിന്നു. നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. എന്തോ പറ്റി? എന്താ നിങ്ങളുടെ മുഖത്ത് മ്ലാനത? എന്തെങ്കിലും കിട്ടിയോ? ഒരു കാര്യമൊക്കെ വിശദീകരിച്ച് കഴിഞ്ഞപ്പോഴാണ് പ്ലാനും പദ്ധതിയും എല്ലാം മാറിയത്. പടകിൻ്റെ വലതുഭാഗത്ത് വല വീശാൻ പറയുന്നു. അപ്പോൾ ധാരാളം കിട്ടുന്നു. അവർ പരാജിതരല്ല, വിജയികളാണ് എന്ന് അറിയുവാൻ തക്കവണ്ണം അവരുടെ ജീവിതഗതിക്ക് വ്യത്യാസമുണ്ടാവുന്നു. അതാണ് യോഹന്നാൻ 21 കാണുന്നത്. അത് പുതുഞായറാഴ്ചയ്ക്ക് ശേഷമുള്ള ഞായറാഴ്ചയാണ്. അല്ല, അതിന് പിന്നാലെ വരുന്ന ഞായറാഴ്ചയിൽ എന്താണ് സംഭവം? അവിടെ നമ്മൾ കാണുന്നത് എമ്മവൂസിലേക്ക് നടക്കുന്ന ശിഷ്യന്മാരാണ്. കർത്താവിൻ്റെ അപ്പോസ്തലന്മാരുടെ ഗണത്തിൽപ്പെട്ടവരല്ല, പക്ഷെ അവർ യെരുശലേമിൽ കാത്തിരിക്കണം എന്ന കർത്താവിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി എമ്മവൂസിലേക്ക് പോകുകയാണ്. വഴിയിൽ വഴക്ക്, വാടിയ മുഖം. ലൂക്കോസ് 24 വായിക്കുമ്പോൾ അത് കാണാം. അവർ പരസ്പരം അവിശ്വാസത്താൽ തർക്കിക്കുവാൻ തുടങ്ങി. എന്നാലും നിഷ്കളങ്കനും നിരപവാദ്യനുമായ ആ കർത്താവിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയല്ലോ.
എന്താ കാരണം? അവർക്ക് അനേക വിഷയങ്ങൾ പറയാനുണ്ടായിരുന്നു. ഒരുപക്ഷെ ഒരാൾ പറഞ്ഞു കാണും, അവൻ നമ്മുടെ മുൻപാകെ ഇതെല്ലാം അഭിനയിക്കുകയായിരുന്നു, അവൻ ആളത്ര ശരിയല്ലായിരുന്നു, അല്ലെങ്കിൽ പിന്നെ ഈ രണ്ട് കള്ളന്മാരുടെ നടുവിൽ അവനെ കുരിശിക്കുമോ മറ്റേ മറിച്ചതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ യേശു അവരോട് ചേർന്ന് നടന്നു. എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? അപ്പോൾ അവർ യേശുവിനോട് പറഞ്ഞു, ഈ നാളുകളിൽ നീ മാത്രം ഇതൊന്നും അറിഞ്ഞില്ലയോ? യേശുവാണെന്ന് അവർ തിരിച്ചറിയുന്നില്ല. അപ്പം ഇങ്ങനെ ഒരാൾ ഞങ്ങളുടെ ഇടയിലുണ്ടായിരുന്നു, ഒരുപാട് പ്രതീക്ഷയായിരുന്നു ഞങ്ങൾക്ക് അവനെക്കുറിച്ച്, പക്ഷേ അവനെ കുരിശിച്ചു. ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശു അവരോട് പറയുകയാണ്, ക്രിസ്തു ഇങ്ങനെ കഷ്ടം സഹിക്കേണ്ടവനാണെന്നും കുരിശിക്കപ്പെടേണ്ടവനാണെന്നും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കും എന്നൊക്കെ പ്രവാചകന്മാർ പോലും പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത ബുദ്ധിഹീനരെ, കടുത്ത അവിശ്വാസം, അതിൽ നിന്ന് ഉളവാകുന്ന തർക്കം, അതാണ് ലൂക്കോസ് 24 കാണുന്നത്. ആ ചരിത്രം എവിടെ ചെന്ന് അവസാനിക്കുന്നു? വഴി പിരിയാറായപ്പോൾ അവർ യേശുദമ്പനാണോട് പറയുന്നു, നൗ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് നൈറ്റ്, നൗ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഈവനിങ്, we don't allow you to go, you come with us and stay with us. നേരം സന്ധ്യയായി, അസ്തമിക്കാറാകുന്നു, നീ ഞങ്ങളുടെ കൂടെ വന്ന് പാർക്കണം. അപ്പോൾ യേശു ഒരു ഗസ്റ്റായിട്ട് അങ്ങോട്ട് ചെന്നു. ബട്ട് സൂൺ ഹീ ബിക്കെയിം ദ ഹോസ്റ്റ്. ഒരു അതിഥിയായിട്ട് ചെന്ന് യേശു വേഗം ആതിഥേയനായിട്ട് മാറി. അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. ആ അധ്യായത്തിൻ്റെ 31 വാക്യത്തിലേക്ക് വരുമ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നു, their eyes were opened and they knew Jesus. അവരുടെ കണ്ണ് തുറന്നു കിട്ടി, അവർ യേശുവിനെ അറിഞ്ഞു. ഞാൻ ഈ 3 വേദഭാഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വച്ചത്, ഇത് പുനരുത്ഥാനത്തിൻ്റെ നാളുകളാണ്. ഈ നാളുകളിൽ തന്നെയാണ് ഇങ്ങനെയുള്ള അസ്വസ്ഥതകളെല്ലാം നമുക്ക് പെരുകി വരുന്നത്. അതിൻ്റെ കാരണങ്ങളൊക്കെ ഒന്ന് കാച്ചിക്കുറുക്കി 3 ടൈറ്റിലിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലൊന്ന് വച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഭയം നമുക്ക് ഒരുപാട് അസമാധാനങ്ങൾ ഉണ്ടാക്കും. കർത്താവ് പറഞ്ഞു, നിങ്ങൾ യുദ്ധങ്ങളെക്കുറിച്ച് കേൾക്കും, യുദ്ധശ്രുതികളുണ്ടാവും, ക്ഷാമവും ഭൂകമ്പവും ഒക്കെ അവിടെ ഉണ്ടാവും, രാജ്യം രാജ്യത്തോട് എതിർക്കും, മനുഷ്യൻ മനുഷ്യനോട് എതിർക്കും. ഇതൊക്കെ ഈറ്റുനോവിൻ്റെ ആരംഭമാണ്. ഞാനാണ് ക്രിസ്തു എന്ന് എൻ്റെ പേരെടുത്ത് അനേകരും വരും. എന്തെല്ലാം അടയാളങ്ങളും എന്തെല്ലാം അത്ഭുതങ്ങളുമാണ് ഇന്ന് നടത്തുന്നത്. ക്രൈസ്തവ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നേർമ്മയോടെ ചെയ്യേണ്ടത് ഇന്ന് എന്തുമാത്രം വികലമാക്കപ്പെട്ടിരിക്കുന്നു. പെർവേർട്ടഡ് ക്രിസ്ത്യാനിറ്റി, ആചാരാനുഷ്ഠാനങ്ങളിലെല്ലാം മായം ചേർത്ത് സത്യമായും നിഷ്ഠയോടെയും അനുവർത്തിക്കേണ്ടതിനെല്ലാം മായം കലർത്തി എന്തെല്ലാം മാർഗങ്ങളാണ് ഇന്ന് മനുഷ്യൻ കണ്ടെത്തിയിട്ടുള്ളത്. ആർക്കും ആരുടെയും അധികാരത്തിന് കീഴിൽ നിൽക്കാൻ സാധിക്കുന്നില്ല. ക്രിസ്തുവിൻ്റെ ദർശനമുണ്ടായി എന്ന് പറഞ്ഞ് ഇൻഡിവിജ്വൽ ചർച്ചസ് ഒരുപാട് രൂപപ്പെടുന്നു. ഞാൻ ബിഷപ്പാണ് എന്ന് പറഞ്ഞ് അനേകർ രംഗത്ത് വരുന്നു. ആരും നിന്നെ ആക്കി? എന്നെ ആരെങ്കിലും ആക്കേണ്ടതുണ്ടോ? അത് കർത്താവ് എനിക്ക് നേരിട്ട് തന്ന അധികാരമാണ്. എന്ത് ചെയ്യാനൊക്കും? ഇങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ. ഇതെല്ലാം കുമിഞ്ഞുകൂടുന്ന ഈ കാലഘട്ടത്തിൽ ഈ 3 കാര്യം ഞാനൊന്ന് പ്രത്യേകം ശ്രദ്ധ കൊടുത്ത് പറയുകയാണ്. നമ്മെ അലട്ടുന്ന ഭയങ്ങൾ അനവധിയുണ്ട്. എങ്ങനെ മുൻപോട്ട് പോകും? ഞാൻ എന്ത് ചെയ്യും? എൻ്റെ രാജ്യം എങ്ങോട്ട്? എൻ്റെ ഭവനം എങ്ങോട്ട്? ഇവിടെ ഒന്നും നമുക്ക് പ്രത്യാശയും പ്രതീക്ഷയും നഷ്ടപ്പെടരുത്. ഈസോപ്പിൻ്റെ കഥകൾ എന്ന പേരിൽ ശ്രദ്ധേയമായ ഒരു പുസ്തകമുണ്ട്.
ഒരുപാട് ഭാവനാ കഥകൾ എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ്. പക്ഷെ അതിനെല്ലാം കാതലായ സന്ദേശങ്ങളുണ്ട്. നിരാശപ്പെട്ടിരുന്ന ഒരു മനുഷ്യനോട് അവൻ്റെ നിരാശ മാറ്റാൻ ദൈവം ഇടപെടുന്ന കഥയാണതിലൊന്ന്. അവനോട് ചോദിച്ചു, നിനക്കെന്താണ് ഇത്ര നിരാശ, ഇത്ര പ്രയാസം? അവൻ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഇനി എനിക്കൊന്നും പ്രതീക്ഷിക്കാനില്ല, എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പം ദൈവം അവനോട് പറഞ്ഞു, നീ അങ്ങനെ ചിന്തിച്ചങ്ങ് മടുക്കരുത്. ഞാൻ നിന്നെ ഊർജിതപ്പെടുത്താൻ നിനക്കൊരു ചെറിയ ടെസ്റ്റ് തരാം. ഒരു കലം അതിൻ്റെ വായ മൂടിക്കെട്ടി നിന്നെ ഏൽപ്പിക്കുകയാണ്. എന്ത് പ്രലോഭനം വന്നാലും അതിൻ്റെ വായ തുറക്കരുത്. അവൻ സംബന്ധിച്ച് വളരെ നിസ്സാരമായ ഒരു പരീക്ഷണമാണല്ലോ. അതനുഷ്ഠിച്ചാൽ ഒരുപക്ഷെ എൻ്റെ ഊർജം വർദ്ധിക്കും. അപ്പോൾ അവന് വളരെ ഭദ്രമായി വായ മൂടിക്കെട്ടിയ കലം അവിടെ സൂക്ഷിച്ചു വെച്ചു. 1-2 ദിവസം വരെ സഹിച്ചു നിന്നു. പിന്നെ അവൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഒരു ചിന്ത ഉദിച്ചു, എന്തായിരിക്കാം ഈ കലത്തിൻ്റെ ഉള്ളിൽ? കലമെടുത്തൊന്ന് കുലുക്കിയൊക്കെ നോക്കി, ഒന്നും ശബ്ദമൊന്നും കേൾക്കുന്നില്ല, വലിയ ഭാരമൊന്നും തോന്നിക്കുന്നില്ല. അപ്പോൾ എന്തെങ്കിലും ഭാരമില്ലാത്ത നല്ല സാധനങ്ങൾ എന്തെങ്കിലും ഇതിനകത്ത് കാണും, അതുകൊണ്ട് ഒന്ന് അഴിച്ചു നോക്കിയാലോ? അയ്യോ, പാടില്ല. ദൈവം പറഞ്ഞിട്ടുണ്ട്, എന്ത് പ്രലോഭനം വന്നാലും ഈ കുടത്തിൻ്റെ വായ അഴിക്കരുത്. വീണ്ടും 2-3 ദിവസമൊക്കെ കഷ്ടിച്ച് സഹിച്ചു നിന്നു. പിന്നീട് അതിൻ്റെ കെട്ട് അഴിച്ച് അവൻ കുടം തുറന്നു. വിശേഷാൽ ഒന്നും സംഭവിച്ചില്ല. പക്ഷെ അവൻ്റെ നിരാശയും പ്രയാസവും അനേകം മടങ്ങ് വർദ്ധിച്ചു. കാരണം ആകപ്പാടെ ആശയെല്ലാം അറ്റിരുന്ന സമയത്ത് എനിക്കൊന്ന് പിടിച്ചു കയറാൻ ഒരു പിടിവള്ളി കിട്ടിയതാണ്. അതും ഞാൻ ലംഘിച്ചു. അതുകൊണ്ട് അവൻ്റെ നിരാശ പിന്നെയും വർദ്ധിച്ചു. ദൈവം അവന് പ്രത്യക്ഷപ്പെട്ടു. എന്താ നിൻ്റെ നിരാശ മാറ്റാൻ ഞാനൊരു ഉപാധി നിനക്ക് തന്നത്? നിരാശ വർദ്ധിച്ചു, നീ അതിൻ്റെ കുടത്തിൻ്റെ വായ തുറന്നു അല്ലേ? അവൻ വളരെ വിഷമത്തോടെ പറഞ്ഞു, ഞാനത് എൻ്റെ ബലഹീനത കൊണ്ടങ്ങ് തുറന്നുപോയി. എന്നിട്ട് അതിനകത്തുണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ടോ? അവൻ പറഞ്ഞു, അയ്യോ, അതിനകത്ത് ഒന്നുമില്ലായിരുന്നല്ലോ. നീ ഒന്നുകൂടെ ഒന്ന് സൂക്ഷിച്ചു നോക്കി, ഏതായാലും നീ കുടം തുറന്നല്ലോ, നീ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ, കുടത്തിൽ ഒന്നുമില്ലേ? അവൻ പറഞ്ഞു, ഒന്നുമില്ല. ഒന്ന് കൈയിട്ടെല്ലാം ഒന്ന് പരതി നോക്കിക്കേ, ഒന്നുമില്ലേ? ഒന്ന് മണപ്പിച്ചു നോക്കിക്കേ, ഒന്നുമില്ല. അവസാനം ആ കഥയുടെ അവസാനം ഇങ്ങനെയാണ്. ദൈവം അവനോട് പറയുന്നു, നീ ഒന്നുമില്ലെന്ന് പറയുന്ന ആ കുടത്തിൽ ഒന്ന് അവശേഷിച്ചിരിക്കുന്നു. അത് മറ്റൊന്നുമല്ല, പ്രതീക്ഷയാണ്. പ്രതീക്ഷയാണ്, പ്രത്യാശയാണ്. അതോടെ അവന് വലിയ ഉത്സാഹമായി. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുപോലെ ആയിരുന്നല്ലോ, ഇനി ഒന്നുമില്ല, ഒരു സ്റ്റെപ്പ് പോലും മുൻപോട്ട് വയ്ക്കാനില്ല എന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ എൻ്റെ ദൈവം, എൻ്റെ ഉടയവൻ എന്നോട് പറയുന്നു, ഒന്ന് അവശേഷിക്കുന്നു, അത് പ്രതീക്ഷയാണ്. നമ്മൾ സ്വരുക്കൂട്ടുന്നതൊന്നും നമുക്ക് പ്രതീക്ഷ തരണമെന്നില്ല. ദൈവം നമുക്ക് ഉള്ളിൽ തരുന്ന ബലമാണ് നമ്മുടെ പ്രതീക്ഷ എന്ന് പറയുന്നത്. ആ പ്രതീക്ഷ ഒരിക്കലും നമുക്ക് ഭംഗപ്പെടാനായിട്ട് പാടില്ല. ഭയമാണ് നമ്മുടെ പ്രതീക്ഷകളെയെല്ലാം തല്ലിക്കെടുത്തുന്നത്. അതുകൊണ്ട് ഭയത്തെ അതിജീവിക്കുന്ന ഒരു പ്രതീക്ഷ നമുക്കുണ്ടാവണം. 2 യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് പരാജയമാണ്. നമ്മൾ തൊട്ടതെല്ലാം പൊന്നാക്കാം എന്ന ചിന്തയാണല്ലോ നമ്മുടെ മനസ്സിലുള്ളത്. പരാജയങ്ങൾ വരും. ഫെയിലിയേഴ്സ് need to be footsteps to success. ഇംഗ്ലീഷിലൊരു വാചകമുണ്ട്, എ ക്വിറ്റർ നെവർ വിൻസ് ആൻഡ് എ വിന്നർ നെവർ ക്വിറ്റ്സ്. ജയിക്കുന്നവൻ ഒരിക്കലും വിട്ടുകളയുന്നില്ല, വിട്ടുകളയുന്നവൻ ഒരിക്കലും ജയിക്കുന്നില്ല. ഗതകാലത്തിലെ പല
കുഴപ്പങ്ങളും നമ്മൾ ചിന്തിച്ച് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്നവർ ധാരാളമുണ്ട്. പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ, ഈ 3 കാലങ്ങൾ നാം പരിശോധിക്കുമ്പോൾ there is no good time like the present, because present is the cash, past is a cancelled check, and the future is a promissory note, and present is the cash. You need to take lessons from the past. ഗതകാലത്തിലെ നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളണം. എന്നാൽ ലെറ്റ് ഇറ്റ് ഗോ ഇറ്റ്സ് വേ, അത് അതിൻ്റെ വഴിക്ക് വിട്ടേക്കണം. ദർ ഇസ് നോ ഗുഡ് ടൈം ലൈക്ക് ദ പ്രസന്റ്. നല്ല വിശുദ്ധ കുമ്പസാരം നടത്തുന്നവർക്ക് ആ അനുഭവമുണ്ടെന്ന എൻ്റെ ബോധ്യം. നല്ല വിശുദ്ധ കുമ്പസാരം. വേണ്ട സമയം പശ്ചാത്താപത്തിന്, അനുതാപത്തിന് എടുത്ത് കണ്ണുനീരോടെ നമ്മുടെ പാപങ്ങൾ കഴുകി വെടിപ്പാക്കി ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്നവന് പരാജയഭീതിയില്ല. മറിച്ച് പ്രത്യാശയുടെ തിരുനാളങ്ങൾ അവനിൽ ജ്വലിക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മെ പഠിപ്പിക്കുന്ന ഒരു അധ്യായമാണ് യോഹന്നാൻ 21. എല്ലാം നഷ്ടപ്പെട്ട രാത്രി, തീർത്തും പരാജയം അനുഭവിച്ച ഒരു രാത്രി, പക്ഷെ എല്ലാം ലഭിക്കുന്ന ഒരു പ്രഭാതം. അതെത്രയോ ശ്രേഷ്ഠമാണ്. അത് മുന്നിൽ കണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് സമാധാനം. ഭയപ്പാട് മാറ്റുന്ന പ്രത്യാശ തരുന്നവനാണ് താനെന്ന സത്യം മുന്നിൽ കണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് സമാധാനം. വീണ്ടും അവിശ്വാസത്തിൻ്റെ ചലനങ്ങൾ എമ്മവൂസിലേക്ക് നടത്തിയ ശിഷ്യന്മാരെ കാണുന്നല്ലോ. അവിശ്വാസം നമുക്ക് ഒരുപാട് തോൽവി സമ്മാനിക്കുന്ന ഒരു വലിയ വിഷയമാണ്. മത്തായിയുടെ സുവിശേഷം 13, 14, 15 അധ്യായങ്ങൾ നിങ്ങൾ വായിച്ച് ധ്യാനിച്ചാൽ വിശ്വാസത്തിൻ്റെ മർമ്മം നിങ്ങൾക്കേറെ ലഭിക്കും. സ്വന്തത്തിൽപ്പെട്ടവർ യേശുതമ്പുരാനെ വിശ്വസിക്കാതിരുന്ന ഒരു രംഗമുണ്ടല്ലോ. അവനിൽ ബയൽസബൂബാണ്, അവൻ ഭൂതങ്ങളുടെ തലവനെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത്. ഇവൻ്റെ അമ്മ മറിയയെയും സഹോദരങ്ങളെയും നമുക്കറിയില്ലേ? ഇവൻ തച്ചൻ്റെ മകനല്ലേ? അവിടെ പറയുന്നുണ്ട്, അവരുടെ അവിശ്വാസം ഹേതുവായി അവന് ഒന്നും ചെയ്യാൻ അവിടെ ഒത്തില്ല. ശിഷ്യന്മാരെ കുറിച്ച് പറയുന്നതോ വിശ്വാസത്തിൽ കുറവുള്ളവരെന്നാണ്. അപ്പം എടുക്കാൻ മറന്നുപോയി. കർത്താവ് പറഞ്ഞു, പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചു കൊള്ളണം. അവർക്കത് തിരിഞ്ഞില്ല. അപ്പോഴാണ് കർത്താവ് ചോദിക്കുന്നത്, അല്പവിശ്വാസികളെ, ദുരുപദേശമാകുന്ന പുളിച്ചമാവിനെ സൂക്ഷിക്കണമെന്നല്ലാതെ അപ്പം എടുക്കാത്തത് കൊണ്ടാണത് പറഞ്ഞതെന്ന് നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിച്ചു? 5 അപ്പം കൊണ്ട് 5000-ങ്ങളെയും 7 അപ്പം കൊണ്ട് 4000-ങ്ങളെയും പോഷിപ്പിച്ചത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നിങ്ങൾക്കൊന്നും ഗ്രഹിക്കാൻ ഒക്കുന്നില്ലേ? ഇങ്ങനെ പലകൂട്ടം ചോദ്യങ്ങൾ കർത്താവ് അവരോട് ചോദിക്കുകയാണ്. അവർ യാത്ര ചെയ്ത പടകിൽ കർത്താവുണ്ട്. പക്ഷേ കാറ്റും കടലും വന്നപ്പോൾ അവർ നിലവിളിച്ചു. അപ്പോഴും കർത്താവ് ചോദിച്ചു, അല്പവിശ്വാസികളെ, നിങ്ങൾ എന്തുകൊണ്ടിങ്ങനെ ഭീരുക്കളാകുന്നു? എന്നാൽ കർത്താവിൽ നിന്ന് അനുഗ്രഹം ഒരു കുറവും കൂടാതെ കൈപ്പറ്റിയ വലിയ വിശ്വാസികളെയും വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. രക്തസ്രാവക്കാരിയായ സ്ത്രീ ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. ശതാധിപൻ ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. സോർ സീദോനിൽ നിന്ന് കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്ന
കനാന്യ സ്ത്രീ ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. അവർക്കൊക്കെയും അവിശ്വാസമില്ല, അനുസരണക്കേടില്ല, പൂർണ്ണമായ വിശ്വാസമാണ്. എന്നാൽ എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരിൽ കണ്ടത് അവിശ്വാസമാണ്. അതുകൊണ്ടാണ് കർത്താവ് അവരെ വിളിച്ചത്, നിങ്ങൾ ബുദ്ധിയിൽ കുറവുള്ളവരാണ്. യേശു ആരാണെന്ന്, ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് വേണ്ട ഗ്രാഹ്യമുണ്ടായിട്ടില്ല. നസ്രായൻ അങ്ങനെ കഷ്ടപ്പെടേണ്ടവനാണെന്ന് ഒരു പഠിത്തം എന്തുകൊണ്ട് നിങ്ങൾക്കുണ്ടായില്ല? അതല്ലേ അവിശ്വാസം എന്ന് പറയുന്നത്. ദൈവം കരുതും എന്ന് പൂർണ്ണ ബോധ്യമില്ലാത്തവനൊക്കെ അവിശ്വാസിയാണ്. അപ്പൊ ഈ 3 ആഴ്ചത്തെ വേദഭാഗങ്ങൾ പുനരുത്ഥാനത്തിൻ്റെ ആ ഒരു കാലയളവിൽ നമുക്ക് നൽകിയിരിക്കുമ്പോൾ അവിടെയെല്ലാം നമ്മൾ കാണുന്നത് തമ്പുരാൻ നൽകുന്ന സമാധാനമാണ്. വിശുദ്ധ കുർബാനയിൽ എത്ര വട്ടമാണ് കാർമ്മികൻ രഹസ്യങ്ങളെ ആഘോഷിച്ചുകൊണ്ട് ഇങ്ങനെ തിരിഞ്ഞ് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടാവട്ടെ. ഇപ്പോൾ പള്ളിയിൽ ഒരു 500 പേരുണ്ടെങ്കിൽ ആ 500 പേരും തിരികെ ആ സമാധാനം അങ്ങോട്ട് കൊടുക്കുകയാണ്. അങ്ങേക്കും സമാധാനം ഉണ്ടാവട്ടെ. നമ്മൾ വളരെ അങ്ങോട്ട് കൊടുക്കുകയാണ്. അങ്ങേക്കും സമാധാനം ഉണ്ടാവട്ടെ. നമ്മൾ വളരെ സൂക്ഷിച്ചാണ് എഴുതിയിരിക്കുന്നത്, അങ്ങയുടെ ആത്മാവിനും സമാധാനം ഉണ്ടാകട്ടെ എന്നാണ്. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, അതെന്താ അങ്ങനെ പറയാൻ കാര്യം? പട്ടക്കാരൻ നേരെ പള്ളിയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് തിരിഞ്ഞ് അങ്ങയുടെ ആത്മാവിനും സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറയുന്നത്? ചിലപ്പോൾ എൻ്റെ ഗവേഷണം തെറ്റായിരിക്കാം കേട്ടോ. നല്ല ആത്മാവിലല്ലാതെ സമാധാനം കൊടുക്കുന്ന പുള്ളികളുണ്ട്. അത് എല്ലാ ഇനത്തിലും ഉണ്ട്. നല്ല ആത്മാവിലല്ലാതെ ചിലയിടത്തൊക്കെ ഒരുപാട് പ്രതിസന്ധികളാണല്ലോ. നമ്മൾ മനുഷ്യരങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോഴാണ് നല്ലത് വരട്ടെ, ഓൾ ദ വെരി ബെസ്റ്റ് എന്നൊക്കെ പറയും, അല്ലേ ശുഭ്കാമനായ എന്നൊക്കെ പറയും. പക്ഷേ മനസ്സിൽ യഥാർത്ഥ സത്യാത്മാവിലായിരിക്കുകയല്ല പലരും അത് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളിടത്ത് അതിൻ്റെ റിവേഴ്സ് എഫക്റ്റാണ് വരുന്നത്. ഒന്ന് അങ്ങോട്ട് കൊടുക്കുമ്പോൾ 500 തിരിച്ചങ്ങോട്ട് വരുന്നത്. അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു ചിലർക്കൊന്നും ഒരു സമാധാനവും ഇല്ല. അപ്പം ഇതിൻ്റെ എല്ലാം ചുരുക്കം എന്നാന്ന് ചോദിച്ചാൽ, നമ്മൾ ഓർക്കേണ്ട ഒരാകത്തുക എന്ന് പറയുന്നത് തമ്പുരാൻ്റെ ദൃഷ്ടിപഥത്തിൽ നിന്ന് നമ്മൾ ആരും മറഞ്ഞിരിക്കുന്നില്ല എന്നുള്ളതാണ്. ഉത്ഥാനത്തിൻ്റെ നാളുകൾ നമ്മെ സൂചിപ്പിക്കുന്ന വലിയൊരു മർമ്മം ഇതാണ്. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെ അല്ല എന്ന് പറഞ്ഞ് ശിഷ്യന്മാരെ വിട്ടുപോയ കർത്താവ് അവരുടെ പരാജയത്തിലും അവരുടെ ഭയത്തിലും അവരുടെ അവിശ്വാസത്തിലും അവരെ വിട്ടുകളയുകയല്ല ചെയ്യുന്നത്. മറിച്ച് അവർക്ക് നേരെ നിന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുകയാണ് ചെയ്യുന്നത്. സകല ഹൃദയങ്ങളെയും അന്തരേന്ദ്രിയങ്ങളെയും പരിശോധിക്കുന്നവനായ ദൈവം സകലവും അവൻ്റെ മുൻപിൽ നഗ്നവും മലർന്നതും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന തമ്പുരാൻ നമ്മുടെ മുൻപിലും ഇന്ന് അതുപോലെ തന്നെയാണെന്ന് ഓർക്കണം. ഉത്ഥാനത്തിൻ്റെ ഈ നാളുകളിൽ എന്തിനാണ് അവൻ നമുക്ക് അഭിമുഖമായി നിൽക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ വേദപുസ്തകത്തിലെ ഏറ്റവും ഉത്തമരായ 3 വ്യക്തികളാണ് എൻ്റെ മനോമുകുരത്തിലേക്ക് തെളിഞ്ഞു വരുന്നത്. കർത്താവ് അഭിമുഖീകരിച്ച 3 പേരെ അവരെവിടെ ചെന്നെത്തി എന്ന് നാം ഓർക്കുമ്പോൾ നമുക്കും അതാണല്ലോ ആവശ്യമെന്ന് തോന്നുവാൻ സാധിക്കുന്നത് കൊണ്ട് ഞാൻ അവരുടെ 3 പേരുടെ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അത് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്താൽ മതി. വേദഭാഗം വീട്ടിൽ പോയി വായിച്ചാൽ മതി. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ അവരിൽ 2 പേരുടെ കാര്യം പറയുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ അവരിൽ ഒരാളുടെ കാര്യം പറയുന്നുണ്ട്.
യോഹന്നാൻ 1:38 നാം കാണുന്നത് അന്ത്രയോസിനെയാണ്. കർത്താവ് എതിർപ്പെട്ട ഒരു വ്യക്തിയാണ്. കർത്താവിൻ്റെ ദൃഷ്ടിപഥത്തിൽ വന്ന ഒരാളാണ് അന്ത്രയോസ്. യോഹന്നാൻ്റെ ശിഷ്യനായിരുന്നു, പക്ഷെ കർത്താവിൻ്റെ പിന്നാലെ ഓടിയ ഒരു ശിഷ്യനാണ്. കർത്താവ് അവനോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, എന്തിനാ കുഞ്ഞേ നീ എൻ്റെ പിന്നാലെ വന്നത്? നമ്മളോടൊക്കെ തമ്പുരാൻ ചോദിക്കുന്ന അതേ ചോദ്യമാകട്ടോ. വൈ യു ആർ ആഫ്റ്റർ മീ? എന്താണ് നീ അന്വേഷിക്കുന്നത്? എന്തിനാണ് എൻ്റെ പിന്നാലെ കൂടിയത്? യോഹന്നാൻ 1. അന്ത്രയോസ് കർത്താവ് തന്നെ അഭിമുഖീകരിച്ചപ്പോൾ കർത്താവിൻ്റെ മേൽ വെച്ച ഒരാഗ്രഹം, നീ പാർക്കുന്നിടം എനിക്ക് കാണണം. യോഹന്നാൻ 1:38 താഴേക്ക് വായിച്ചു വരുമ്പോൾ കാണാം, അവൻ ചെന്നു അവനോടുകൂടെ പാർത്തു. വാത്സല്യമുള്ളവരെ, ഭയവും പരാജയവും അവിശ്വാസവും എല്ലാം മാറിപ്പോകാൻ ദൈവം നമുക്ക് തരുന്ന ഒന്നാമത്തെ ടാബ്ലറ്റാണ്, നീ എൻ്റെ കൂടെ വസിക്കു കുഞ്ഞേ, യു സ്റ്റേ വിത്ത് മീ. നമ്മിൽ എത്ര പേർക്ക് നമ്മുടെ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും കർത്താവിനോടൊപ്പം പാർക്കാൻ കഴിയുന്നുണ്ട്? അന്ത്രയോസിനോട് ചോദിച്ചതുപോലെ നമ്മളോട് ചോദിച്ചാൽ നമുക്ക് ആർക്കും ഒരുപക്ഷെ എനിക്ക് നിൻ്റെ കൂടെ താമസിക്കണമെന്നൊരാഗ്രഹം പറയുവാൻ സാധ്യതയില്ല. എനിക്കത് വേണം, ഇത് വേണം, എന്നെ അതാക്കണം, ഇതാക്കണം എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ ആരാണ് അവൻ്റെ കൂടെ പാർക്കാൻ ആഗ്രഹിക്കുന്നത്? പാണ്ഡവന്മാരും കൗരവന്മാരും വന്നപ്പോൾ ശ്രീകൃഷ്ണൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആർക്കാണ് എന്നെ വേണ്ടത്? എനിക്ക് നല്ല സൈന്യമുണ്ട്, ആ സൈന്യത്തെ ആർക്ക് വേണം? പാണ്ഡവന്മാർ പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങയെ മതി. കൗരവന്മാർ പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങയുടെ സൈന്യബലമാണ് വേണ്ടത്. കൃഷ്ണൻ തേര് തെളിക്കുമ്പോൾ അർജുനൻ അമ്പും വില്ലുമായിട്ട് ഒക്കെ രഥത്തിൽ നിൽക്കുകയാണ്. സ്വന്തം ബന്ധുമിത്രാദികളെ കണ്ട് അർജുനൻ ഭയന്നുപോയി, ഇവരെ എങ്ങനെ നിഗ്രഹിക്കും? അപ്പോൾ കൃഷ്ണൻ അർജുനോട് പറയുന്നുണ്ട്, കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന. കർമ്മം ചെയ്യാൻ നിനക്ക് ബാധ്യതയുണ്ട്, കർമ്മഫലം എന്നതായിരിക്കണമെന്ന് നീ വലിയ പ്രതീക്ഷ വെക്കണ്ട. നിന്റെ തേര് ഞാൻ തെളിക്കുമ്പോൾ നിനക്ക് നേട്ടമുണ്ടാവും, കോട്ടവും ഉണ്ടാവും. എപ്പോഴും നേട്ടമായിരിക്കും, എപ്പോഴും പകട 12 ചിന്തിക്കണ്ട. പക്ഷെ നേട്ടത്തിൽ തല ഉയർത്തി അഹങ്കരിക്കുകയോ കോട്ടത്തിൽ തല താഴ്ത്തി നിരാശപ്പെടുകയോ ചെയ്യരുത്. നിനക്ക് പ്രജ്ഞയിൽ സ്ഥിരത വേണം, സ്ഥിതപ്രജ്ഞനായിരിക്കണം. കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന. നീ നേട്ടത്തിൽ അഹങ്കരിക്കരുത്, കോട്ടത്തിൽ തല താഴ്ത്തി നിരാശപ്പെടരുത്. അതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കോട്ടങ്ങൾക്കും നേട്ടങ്ങൾക്കും അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിനോടൊപ്പം വസിക്കുന്നവന് ആ ഒരു നിമ്നോന്നതികൾ ഉണ്ടാകുകയില്ല. ഓൾ ദ ടൈം സെയിം. ദാരിദ്ര്യം വന്നാലും ദുഃഖം വന്നാലും അത് കിട്ടിയ ആ വരം കിട്ടിയ പൗലോസാ പറഞ്ഞത്, കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്തുന്നത് ആരാണ്? കഷ്ടതയോ പട്ടിണിയോ ഉപദ്രവമോ നഗ്നതയോ വാളോ? കർത്താവ് സമാധാനം നൽകിയതൊന്നും വെറുതെ അല്ല കേട്ടോ. അത് പ്രവാചകന്മാർ നേരത്തെ സൂചിപ്പിച്ചതാണ്. ദീർഘദർശി പറയുന്നുണ്ട്, നമുക്കൊരു ശിശു നൽകപ്പെട്ടിരിക്കുന്നു, നമുക്കൊരു പുത്രൻ ജനിച്ചിരിക്കുന്നു, അവൻ വീരനാം ദൈവം, സമാധാനത്തിൻ്റെ പ്രഭു. എഫേസ്യർക്ക് എഴുതുമ്പോൾ പൗലോസ് പറഞ്ഞു, അവൻ തന്നെ നമ്മുടെ സമാധാനം. എഫേസ്യർ 2:14, ഹി ഈസ് അവർ പീസ്. ആ സമാധാനമായ ക്രിസ്തുവിനോടൊപ്പം വസിക്കുന്നതിനപ്പുറം മറ്റൊരു സമാധാനം നമുക്കില്ല.
വീട്ടിലെ പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന, വ്യക്തിഗതമായ ജീവിതത്തിലെ പ്രാർത്ഥനാ ശൈലികൾ, നിരന്തര ജീവിതത്തിൽ നമ്മൾ വ്യാപരിക്കുമ്പോൾ മറ്റുള്ളവരുമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങൾ, ഇതെല്ലാം യേശുവിനോടുകൂടെ വസിക്കുന്നവന് പ്രത്യേകതയുണ്ടാവും. ആ ഒരു ചിത്രമാണ് യോഹന്നാൻ 1:38 നമ്മൾ അന്ത്രയോസിൽ കാണുന്നത്. അവൻ കർത്താവിനോടുകൂടെ വസിച്ചു. അതേ അധ്യായത്തിൽ തന്നെ വേറൊരു മനുഷ്യനെ കാണുന്നു. അത് നഥനയേലാണ്. നഥനയേലിനോട് കർത്താവ് പറഞ്ഞു, സാക്ഷാൽ ഇസ്രായേല്യൻ, ഇവനിൽ കപടമില്ല. അത് കേട്ട നഥനയേല് ഉള്ളിൽ തനിക്കുണ്ടായ വലിയ പ്രതിഷ്ഠയിൽ നിന്ന് കർത്താവിനെ വിളിക്കുന്നത് ഗുരോ ദൈവപുത്ര എന്നൊക്കെയാണ്. നഥനയേല് കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുന്നത് നസറേത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ വരുമോ എന്ന് ഫിലിപ്പോസിനോട് ചോദിച്ചിട്ടാണ്. കാരണം ഒരിക്കലും അവനെ വിശ്വസിക്കാനൊത്തില്ല, നസറേത്തിൽ നിന്ന് ഒരു നന്മയും വരികയില്ല. അങ്ങനെ വന്നവൻ അവനെ തന്നെ വ്യത്യാസപ്പെടുത്തി. ഈ നസറേത്തുകാരൻ എൻ്റെ ഗുരുവാണെന്നും ദൈവപുത്രനാണെന്നും അംഗീകരിക്കുന്ന ഒരു തലത്തിലേക്ക് വരികയാണ്. ആ തലം സൂചിപ്പിക്കുന്നത് എന്തിനെയാണെന്ന് ചോദിച്ചാൽ നല്ല ഒരു സാക്ഷ്യത്തെയാണ്. അന്ത്രയോസ് സൂചിപ്പിക്കുന്നത് ദൈവിക സഖിത്വത്തെയാണെങ്കിൽ നഥനയേൽ സൂചിപ്പിക്കുന്നത് നല്ല ഒരു സാക്ഷ്യത്തെയാണ്. അപ്പോൾ യേശുവിൻ്റെ സമാധാനം, നിത്യമായ സമാധാനം നമുക്ക് ലഭിക്കുമ്പോൾ നമുക്ക് അവൻ്റെ സഖിത്വമുണ്ടാവും, അവനെക്കുറിച്ചുള്ള സാക്ഷ്യവും ഉണ്ടാവും. ആ സാക്ഷ്യം നമ്മിൽ നിറപടിയായി നിറവേറണമെങ്കിൽ നമുക്കൊരു സുതാര്യമായ പശ്ചാത്തലം ഉണ്ടാവണം. ഒരു ട്രാൻസ്പെറൻറ്റ് ലൈഫ് സ്റ്റൈൽ ആൻഡ് ട്രാൻസ്പെറൻറ്റ് ഹാർട്ട് ഉണ്ടാവണം. പ്രകാശത്തെ ഒരു തടസ്സവുമില്ലാതെ കടത്തിവിടുന്നത് പോലെ ഒരു ട്രാൻസ്പെറൻറ്റ് മീഡിയ. അതുകൊണ്ടല്ലേ കർത്താവിൻ്റെ ഒരു വാക്യം അവനിൽ അത്രയും വ്യത്യാസം ഉണ്ടാക്കിയത്. നമ്മൾ ദൈവവചനം എത്രയോ കൊല്ലമായി ഏതെല്ലാം തരത്തിൽ കേൾക്കുന്നു. പക്ഷെ നമ്മിലുണ്ടാവുന്ന വ്യത്യാസം ഒരു സാക്ഷ്യത്തിൻ്റെ തലമാണോ, ഒരു സഖിത്വത്തിൻ്റെ തലമാണോ എന്ന് നാം ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. വീണ്ടും ലൂക്കോസ് 19 നാം കാണുന്നത് ഒരു സാൽവേഷൻ്റെ തലമാണ്. അതിന് ഉത്തമനായ ഒരു വ്യക്തിത്വത്തെ അവിടെ നാം കാണുന്നത് മരത്തിന് മുകളിൽ കയറിയിരുന്ന സക്കായിയാണ്. സക്കായിയുടെ വീട്ടിൽ കർത്താവ് ചെന്നപ്പോൾ സക്കായി ഉള്ളുരുകി പശ്ചാത്താപത്തിൻ്റെ അങ്ങേ അറ്റത്ത് എത്തി വിളിച്ചു പറഞ്ഞു, അന്യായമായി അപഹരിച്ചതൊക്കെ ഞാൻ മടക്കി നൽകാം. ഞാൻ സമ്പാദിച്ച അവിഹിതമായ സമ്പത്തുകളൊക്കെ ഞാൻ തിരിച്ചു നൽകാം. അപ്പോൾ കർത്താവിനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷയുണ്ടായി. ഒരു സാൽവേഷൻ്റെ തലത്തിലേക്ക്, രക്ഷയുടെ തലത്തിലേക്ക് നമ്മെ കൊണ്ടുവരുന്നതാണ് തമ്പുരാൻ നമുക്ക് നൽകുന്ന സമാധാനം. നമ്മുടെ ഇന്നത്തെ മുഖ്യമായ ചിന്ത ഞാൻ ആദ്യം വായിച്ചല്ലോ, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഹോർമൂസ് കടലിടുക്ക് തുറന്നാലും ഇല്ലെങ്കിലും, അമേരിക്കയും ഇറാനും ഇസ്രായേലും അവരുടെ ആണവായുധങ്ങൾ പരീക്ഷിച്ചാലും ഇല്ലെങ്കിലും, മനുഷ്യൻ ചന്ദ്രനിൽ പോയി പാർത്താലും ഇല്ലെങ്കിലും, നമുക്ക് ദുഃഖവും ദാരിദ്ര്യവും വന്നാലും, നമ്മൾ സമ്പന്നന്മാരായി തീർന്നാലും, മാറാത്തവനായ കർത്താവ് കൂടെയുണ്ട് എന്ന ബോധ്യത്തിൽ, അവൻ നമ്മെ കാണുന്നവനും നമ്മെ കരുതുന്നവനുമാണ് എന്ന ബോധ്യത്തിൽ നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുൻപിൽ എല്ലാ ഇല്ലവല്ലായ്മകളും പരിഹരിക്കുവാൻ നിൽക്കുന്നവനാണ് തമ്പുരാൻ എന്ന നല്ല ബോധ്യത്തിൽ നമ്മെ ഉറപ്പിക്കുന്ന നാളുകളാവട്ടെ ഈ പുനരുത്ഥാനത്തിൻ്റെ നാളുകൾ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും
ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്ക് ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി കാത്ത് പരിപാലിക്കുമാറാവട്ടെ.